ഇന്ന് നമ്മൾ നോക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിൽ പ്രത്യേകിച്ച് അമേരിക്കയുടെ സെൻകോം എല്ലാ ദിവസവും ഈ വാർ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. അതേപോലെ IRGCയും അവരുടെ സ്പോക്സ് പേഴ്സണെ വെച്ചിട്ട് സ്റ്റേറ്റസ് അനൗൺസ്മെൻറ്റ് നടത്തുന്നുണ്ട്. രണ്ടുപേരുടെയും അവർ പ്രഖ്യാപനം നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയുടെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അമേരിക്ക പറയുന്നത് വെച്ചാൽ അവരുടെ സ്പോക്സ് പേഴ്സൺ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇതുവരെ 8000 ഏരിയ ഹിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര അമ്യൂണിഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഇത്ര വേവ് ഓഫ് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്, ഇന്ന സ്ഥലങ്ങൾ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അവരുടെ എയറോസ്പേസ്, അതുപോലെ അവരുടെ മിലിറ്ററി, മിസൈൽ, ഇങ്ങനെ സെക്ഷനായിട്ട് വളരെ കൃത്യമായിട്ട് അക്കമിട്ട് ഏതൊക്കെ തരത്തിലുള്ള മിലിറ്ററി ആക്ഷൻസ് ആണ് അവർ എടുത്തത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർ വിലയിരുത്തുന്നുണ്ട്, അവർ പുറത്ത് പറയുന്നുണ്ട്. അതിന് തക്കതായിട്ടുള്ള സപ്പോർട്ടിംഗ് വീഡിയോ ഡോക്യുമെൻ്ററി കൃത്യമായിട്ട് അവർ സ്ക്രീനിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അത് പ്ലേ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സ്പോക്സ് പേഴ്സൺ ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് എല്ലാ ദിവസവും, എവറി ഡേ. അതേസമയം ഇറാൻ്റെ സൈഡിലാണെന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകിച്ച് ഒരു മതപ്രഭാഷണം നടത്തുന്ന പോലെയാണ് അവരുടെ പ്രഖ്യാപനങ്ങൾ. അവർ ശരിക്കും ഇന്ന സ്ഥലത്ത് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തു എന്നവർ പറയുന്നില്ല. അതായത് അവർ ഫൂട്ടേജായിട്ട് അവർ കാണിക്കുന്നത് മിസൈൽ ടേക്ക് ഓഫ് ചെയ്യുന്ന അല്ലെങ്കിൽ മിസൈൽ ഡിപ്ലോയ് ചെയ്യുന്ന ഒരു ഫൂട്ടേജ് അവർ സ്ഥിരമായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഫൂട്ടേജ് അവർ സ്ഥിരമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റെക്കോർഡഡ് ഫൂട്ടേജാണ് അവർ എല്ലായ്പ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇറാനിൽ നിന്നും മിസൈൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എടുത്ത ഒരു ഫൂട്ടേജാണ്. ഇതാണ് അവർ ദിനം പ്രതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലുപരിയായിട്ട് മിസൈലുകൾ വന്ന് ഇസ്രായേൽ ഹിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിലുള്ള ടാർഗറ്റുകൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തതായിട്ടോ ഉള്ള തെളിവുകൾ അവർ സമർപ്പിക്കുന്നില്ല. അതിലുപരിയായിട്ട് അവർ കൂടുതൽ പറയുന്നത് എനിമീസ് എന്നാണ് അവർ ഏറ്റവും കൂടുതൽ വാക്ക് ഉപയോഗിക്കുന്നത്. അത് അമേരിക്കയും ഇസ്രായേലിനെയും കുറിച്ചാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഇത്രാമത്തെ വേവ് ഓഫ് അറ്റാക്കാണ് നടത്തിയിരിക്കുന്നത്, 70ാമത്തെ വേവ് അല്ലെങ്കിൽ 71ാമത്തെ വേവ് ഓഫ് അറ്റാക്ക് മിസൈലുകൾ ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാൻ അയക്കുന്ന മിസൈലുകളുടെ സക്സസ് റേറ്റ് അത് വളരെ കുറവാണ്. 5 എണ്ണം അയച്ചാൽ 1 എണ്ണം കൊള്ളുന്നു. അതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ ബാക്കിയുള്ളതെല്ലാം ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നു. ഈ രീതിയിലുള്ള മിസ് മാച്ചിങ് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം നിലനിൽക്കെ ഇസ്രായേലും അമേരിക്കയും പറഞ്ഞിരിക്കുന്നത് സൺഡേ മുതൽ, അതായത് ഇന്ന് മുതൽ വരുന്ന ഒരാഴ്ച ഇറാനിൻ്റെ മേളിൽ പൊങ്കാലയായിരിക്കും. ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പൊങ്കാല എന്നുള്ള വാക്ക് അവർ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ അറ്റാക്ക് ഇപ്പം ഇത്രയും നാൾ നടത്തിയതിലുപരിയായിട്ട് ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി എഫക്റ്റീവ് ആയിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്താൻ പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഈ മൊസാദിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു 5 പേരുടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഓരോരുത്തർക്കും $10 മില്യൺ അവരുടെ തലയ്ക്ക് ബൗണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഞാനിവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിക്കോണം, ഈ 5 പേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഈ 5 പേരെയും മൊസാദ്, ഷിൻബെറ്റ്, CIA ഇവരുടെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനത്തിൽ ഈ 5 പേരെയും എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. IRGCയുടെ തലപ്പത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഇന്റലിജൻസിന്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇസ്മായിൽ അഹമ്മദി എന്ന് പറഞ്ഞ വ്യക്തി. ഈ വ്യക്തിയെ എലിമിനേറ്റ് ചെയ്ത സമയത്ത് ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. ആ മീറ്റിംഗിൽ 30ലധികം ആൾക്കാർ പങ്കെടുത്തിരുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതായത് IRGCയിൽ തന്നെ പെട്ട ഈ ഇസ്മായിൽ അഹമ്മദിയുമായിട്ട് മീറ്റിംഗിൽ പങ്കെടുത്തിരുന്ന 30ഓളം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പം വരുന്നത്. ഇറാൻ അംഗീകരിച്ചിട്ടുണ്ട് ഇത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ലിസ്റ്റ് അവർ ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യും. എത്ര പേരാണ് കൊല്ലപ്പെട്ടത്, അവരുടെ ഫോട്ടോ സഹിതമുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ ഇറാൻ പബ്ലിഷ് ചെയ്യും. ഇത്തരത്തിൽ കൂട്ടത്തോടെയുള്ള എലിമിനേഷനാണ് മൊസാദിന്റെ സഹായത്തോടു കൂടി IDF നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എയർ സുപ്പീരിയോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എയർ സുപ്പീരിയോറിറ്റി വളരെ വലുതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഒരു വ്യക്തി ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എയറോസ്പേസ് കമാൻഡർ. ഈ വ്യക്തി അസർബൈജാന്റെ തൊട്ടടുത്ത് കാസ്പിയൻ സീയുടെ അടുത്താണ് ഇയാളുടെ വില്ലേജ്. അവിടെ ഇയാൾ വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ പോയതാണ്. ഒരു 3 ദിവസം എന്തോ ഒരു മെഡിക്കൽ ലീവ് എടുത്തിട്ട് പോയതാണ്. പല്ല് വേദന മറ്റൊന്ന് പറഞ്ഞിട്ട് ചികിത്സിക്കാൻ പോയിട്ട് നേരെ വീട്ടിലേക്ക് പോയതാണ്. വീട്ടിലേക്ക് പോയി റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന ടൈമിലാണ് ഒരു ഡ്രോൺ വെച്ചിട്ടാണ് ഈ വ്യക്തിയെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാണിക്കുന്ന ഇമേജിൽ നടുക്ക് കാണുന്ന ആ ഫോട്ടോ അത് ഈ വ്യക്തിയുടെയാണ്, എയറോസ്പേസ് കമാൻഡറിൻ്റെ. UAV അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, ഡ്രോണുകളൊക്കെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കും ഇസ്രായേലിലേക്കൊക്കെ അയക്കുന്നതിൽ വലിയ ചുമതലയിലുള്ള വ്യക്തിയാണ്, ഹെഡ് ഓഫ് ദ പൊസിഷനിലുള്ള വ്യക്തിയാണ് ഈ സയ്യിദ് ആകാജനി എന്ന് പറഞ്ഞ ഈ വ്യക്തി. ഈ സയ്യിദ് ആകാജനിയാണ് ഇസ്രായേൽ ഇന്നലെ എലിമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഫോട്ടോയിലുള്ള 5 പേരെയും എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ മുൻകൂട്ടി അറിയിപ്പ് കൊടുക്കുന്നുണ്ട്, ഫോട്ടോ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, അവരുടെ തലയ്ക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയുന്നുണ്ട്. എന്നിട്ടും ഇറാനിന് അവരുടെ ലീഡേഴ്സിനെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം. ഇറാന്റെ പരാജയം തന്നെയാണ്. കാരണം മുൻകൂട്ടി അറിയിപ്പ് കൊടുക്കുകയാണ്, എന്നിട്ടും ഇവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതായത് ഇതിനകത്ത് എന്താണ് മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ ഇറാന്റെ ഇന്റർണൽ സ്ട്രക്ചർ, IRGCയുടെ ഇന്റർണൽ സ്ട്രക്ചർ IDF അഥവാ ഇസ്രായേൽ കൊലാപ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-15 ദിവസം ഇതേ രീതിയിൽ
IRGC-ക്കുള്ളിൽ തുരുതര ഇതേപോലെ കൂട്ടമായിട്ട് ആൾക്കാരെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ IRGC-യുടെ കമ്മ്യൂണിക്കേഷൻ മൊത്തത്തിൽ തകരാറാവും, ഇവരുടെ ഇന്റർണൽ സ്ട്രക്ചർ ഫുള്ളി കൊലാപ്സ്ഡ് ആവും, പുതിയ ആൾക്കാരെ ഹയർ ചെയ്ത് അങ്ങനെ എളുപ്പത്തിൽ പൊസിഷനിൽ ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഓരോരുത്തർക്കും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനാണ്. ഇതിനകത്ത് പല സീക്രട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, ഇവരുടെ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. ഇറാന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ മൊസാദിന്റെ ഏജന്റുകളെ കൊണ്ട് തട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ് അത്തരത്തിൽ. കാരണം അവിടെ എക്കോണമി വളരെ വീക്കാണ്, പണം എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ മൊസാദ് ഓഫർ ചെയ്യുന്ന കുറച്ച് തുച്ഛമായ പൈസയ്ക്ക് വേണ്ടിയിട്ട് IRGC എന്നല്ല ഏത് കൊമ്പത്തുള്ളവനെയും വളയ്ക്കാൻ പറ്റുന്നുണ്ട്. വളയ്ക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിലുപരിയായിട്ട് അവർ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷനും പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പൈസയും വാങ്ങി അവർ പോകുന്നുണ്ട്. ഇപ്പൊ ഈ സയ്യിദ് ആഗാജനി എന്ന് പറഞ്ഞ ഈ എയറോസ്പേസ് കമാൻഡർ തന്നെ വധിച്ചപ്പോഴത്തേക്കും ഇസ്രായേൽ ഒരു ദിവസം മുൻകൂട്ടി തന്നെ അയാളെ എലിമിനേറ്റ് ചെയ്തു. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നത്. അതായത് വെള്ളിയാഴ്ച ഇയാളെ എലിമിനേറ്റ് ചെയ്യുന്നു, ശനിയാഴ്ച രാവിലെ 10 മണിക്കാണ് ഇസ്രായേൽ അനൗൺസ് ചെയ്യുന്നത്, ഇങ്ങനെ സയ്യിദ് ആഗാജാനി എന്ന് പറഞ്ഞ ഈ എയറോസ്പേസ് കമാൻഡറെ ഞങ്ങൾ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്, അതും അമേരിക്കയുടെ വാണ്ടഡ് ലിസ്റ്റിലുള്ള വ്യക്തിയാണ് ഞങ്ങൾ എലിമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇസ്രായേലാണ് അറിയിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇറാൻ കൺഫേം ചെയ്യുന്നത്. കാരണം ഇറാന് തന്നെ അറിവില്ല ഇയാൾ എവിടെയാണ് താമസിക്കുന്നുള്ളത്. ഇയാളുടെ വില്ലേജിലേക്ക് പോയോ, അല്ലെങ്കിൽ ഇയാൾ സിറ്റിയിലുണ്ടോ, അല്ലെങ്കിൽ ഇയാൾ ഇപ്പോൾ ജോലിയിലുണ്ടോ, ഇതുപോലും ഇവർക്ക് അറിയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇറാന്റെ ആൾക്കാർ പോയിട്ട് അയാളെ കണ്ടെത്തി ഓക്കെ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇറാന്റെ ജനങ്ങളുടെ അടുത്ത് തന്നെ അവർ അറിയിക്കുന്നത്. ഇതാണ് ഇറാന്റെ ഉള്ളിലെ സ്ഥിതിഗതികൾ. എന്നിട്ടും ഇറാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോ ഫർഗീവ്നെസ് ഫോർ എനിമീസ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതിന് യാതൊരു വിധത്തിലും ഞങ്ങളുടെ ശത്രുക്കളുമായിട്ട് ക്ഷമിക്കുന്ന പരിപാടിയില്ല, ഞങ്ങൾ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് വീറും വാശിയോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോയിൽ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ, അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾ, ഇതൊക്കെ കൂടുതലായിട്ട് പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് കൊണ്ടാണ്. അവർ ആക്രമണം നടത്തുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫയൽ ചെയ്ത് ഫൂട്ടേജ് ആയിട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് കൊണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് അതിനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ അതേസമയം ഇറാൻ ഇതേപോലെ ടാർഗറ്റീവ് ആയിട്ടുള്ള പ്രിസൈസ് അറ്റാക്കുകൾ നടത്തുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇറാൻ എയർ സ്ട്രൈക്ക് നടത്തുന്നില്ല, ഇറാൻ മിസൈലുകൾ മാത്രമാണ് അയക്കുന്നത്. അപ്പോൾ ഇറാന്റെ വീഡിയോകൾ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇസ്രായേലിന്റെ ആകാശത്ത് മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ വേണമെങ്കിൽ കുറേ കാണിക്കാം. അതുപോലെ തന്നെ കുറേ മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതിന് ഡെബ്രി വന്ന് പതിക്കുന്ന വീഡിയോകൾ കുറേ കാണിക്കാം. അതൊക്കെ നമ്മൾ ഉടനീളം കാണിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ഇതേ മാതൃകയിൽ മൊസാദ് നടത്തുന്ന മാതൃകയിൽ ഇസ്രായേലിന്റെ ഉള്ളിൽ അവരുടെ പൊളിറ്റിക്കൽ വിങ് ഹാൻഡിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ഡിഫൻസ് മേഖല ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇറാന് ചെയ്യാൻ കഴിയുന്നില്ല, ഇറാൻ നടത്തുന്നില്ല. ഇറാൻ അതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെ ഈക്വലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഫൂട്ടേജ് ഒന്നും ഇവിടെ ഇറാന്റെ പക്കൽ നിന്നും വെക്കാൻ കഴിയുകയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അല്ലാതെ നമുക്ക് ഇറാന്റെ ഫൂട്ടേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇറാന്റെ ഫൂട്ടേജ് കാണിക്കും. ഇറാന്റെ സൈഡിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്പറേഷൻ നടത്തിയതിനുള്ള തെളിവുകളൊന്നുമില്ല. ഇപ്പൊ ഇറാൻ ഇന്ന് ക്ലെയിം ചെയ്തിരിക്കുന്നത് ഞങ്ങൾ F-16 അറ്റാക്ക് ചെയ്തു എന്നുള്ള ഒരു ക്ലെയിം ഇറാൻ ഉന്നയിക്കുന്നുണ്ട്. F-16 അതായത് F-35 തന്നെ കൃത്യമായിട്ടുള്ള തെളിവ് ഇറാന് നൽകാൻ പറ്റിയിട്ടില്ല. F-35 എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ ഞാൻ അന്ന് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് സെൻകോം തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തിറക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ F-35 ബന്ധപ്പെട്ട് F-35 ഇറാന്റെ ഉള്ളിൽ എവിടെയെങ്കിലും വീണതായിട്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും അവർ ഇതിനെ അടിച്ചിട്ടതായിട്ടോ ഇതുവരെ ഒരു തെളിവും ഇറാന്റെ പക്കൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. അതേപോലെ തന്നെ F-16 ഈ F-16 ബന്ധപ്പെട്ട് അവർ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റിനെയാണ് അവർ അറ്റാക്ക് ചെയ്തത് എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അവർ സ്പോക്സ് പേഴ്സൺ തന്നെ വിളിച്ച് പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എവിഡൻസും അവരുടെ പക്കലില്ല. പക്ഷെ അതേസമയം രാവിലെ തന്നെ F-16 ബന്ധപ്പെട്ട വാർത്ത ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് പബ്ലിഷ് ആയിട്ടുണ്ട്. F-16 നേരെ അവര് മിസൈൽ അവർ ഫയർ ചെയ്തിരുന്നു. പക്ഷെ അത് കൃത്യമായിട്ട് F-16 കൗണ്ടർ ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്ത ശനിയാഴ്ച രാവിലെ തന്നെ ഇസ്രായേലിന്റെ IDF റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് ക്രോസ് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഓൾറെഡി തന്നെ ആ വാർത്ത വായിച്ചതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഇറാൻ ജസ്റ്റ് ക്ലെയിം ചെയ്യാണ്, അവരുടെ അടുത്ത് പ്രൂഫ് ഇല്ല. അതേസമയം ഇപ്പുറത്തെ ഇസ്രായേൽ പറയുന്നത് F-16 ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ മിസൈലിനെ കൗണ്ടർ മിസൈൽ വെച്ച് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ വാദം. ശനിയാഴ്ചയും 72ാമത്തെ വേവ് ഓഫ് അറ്റാക്കാണ് ഇറാൻ ഇസ്രായേലിന്റെ മേളിലേക്ക് അയച്ചത്. ഇസ്രായേലിൽ പല സ്ഥലങ്ങളിലും ഈ ഡെബ്രി വന്ന് പതിച്ചിട്ടുണ്ട്. ആളപകടങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ശരിക്കും ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ് എപ്പോഴും പോലെ സംഭവിച്ചിട്ടുണ്ട്. സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലേക്ക് അമേരിക്ക ശക്തമായ രീതിയിൽ ഇടപെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ പല പോയിന്റുകളിൽ അമേരിക്ക അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബന്ദർ അബ്ബാസ് ഉൾപ്പെടെയുള്ള ഏരിയകളിൽ കൃത്യമായിട്ട് ഇവരുടെ മിസൈൽ സ്റ്റോറേജ് യൂണിറ്റുകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത്. അതുകൊണ്ട് അമേരിക്ക ഏത് വിധേനയും ഇറാന്റെ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിനെ ചെറുക്കുന്ന രീതിയിലുള്ള അവരുടെ സ്റ്റോറേജ് യൂണിറ്റുകൾ, IRGCയുടെ മിലിറ്ററി സംവിധാനങ്ങൾ ഇതെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്ത് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഏരിയ വൈപ്പ് ഔട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാറ്റോയ്ക്ക് കൃത്യമായിട്ടുള്ള താക്കീതും കൂടെ കൊടുത്തിട്ടുണ്ട് അമേരിക്കയുടെ സൈഡിൽ നിന്ന്. അതായത് നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും അമേരിക്കയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ആ മട്ടിലാണ് ശരിക്കും സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലേക്ക് അമേരിക്ക ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്.
അതുപോലെ ഇറാൻ ആണെങ്കിൽ ഇസ്രായേലിന്റെ ഉള്ളിൽ ഡെമോന എന്ന് പറഞ്ഞ സ്ഥലം, അവിടെയാണ് ഇസ്രായേലിന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി റൺ ചെയ്യുന്നത്. അപ്പം അവിടേക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരുതരം മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 72 വേവ് ഓഫ് മിസൈൽ അറ്റാക്ക് അവർ ഈ ഡിമോന കേന്ദ്രീകരിച്ചാണ് അവർ നടത്തുന്നത്. അത് ശരിക്കും ഡിമോനയിൽ ഒരു കുട്ടിക്ക് സിവിയർ ആയിട്ട് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ. അതിലുപരിയായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെമോളിഷൻ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിമോന എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേലിന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയിലേക്ക് ഒരു മിസൈലുകളും ഇതുവരെ പതിച്ചിട്ടില്ല. അവർ എയിം ചെയ്ത് അയക്കുന്നുണ്ട്, അത് ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ബാക്കിയുള്ളത് പല സ്ഥലങ്ങളിലായിട്ട് പതിക്കുന്നുണ്ട്. അതുപോലെ ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ ഇന്നലെ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അവർ അൺഐഡന്റിഫൈഡ് ഏരിയയിൽ നിന്നും, ഒരു ലൊക്കേഷൻ, ഒരു മൗണ്ടൻ ഏരിയയിൽ നിന്നും മിസൈൽ ലോഞ്ച് ചെയ്യുന്നത് പോലെയുള്ള ഒരു വീഡിയോ അവരുടെ സ്റ്റേറ്റ് മീഡിയയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇന്ന് വൈറലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഏരിയകളൊക്കെ ഇവർ തന്നെ ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഏരിയ കൃത്യമായിട്ട് ഇസ്രായേലും അമേരിക്കയും അതിൻ്റെ ബ്ലൂ പ്രിന്റ് തപ്പി നടക്കുകയാണ്. എവിടെയാണ് ആ ഏരിയ എന്നുള്ളത് ടാർഗറ്റ് ചെയ്ത് ആ ഏരിയ കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്താനും തീരുമാനമെടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് മീഡിയയിൽ ഇവരുടെ മിസൈൽ വിക്ഷേപണം നടത്തുന്ന ഏരിയ ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വന്നു എങ്കിൽ അത് ഇറാന്റെ വീക്ക്നെസ്സിനെയാണ് കാണിക്കുന്നത്. കാരണം വീക്ക്നെസ്സിനെ കാണിക്കുന്ന പറഞ്ഞാൽ ഇവർക്ക് അവരുടെ ജനങ്ങളെ വിശ്വസിപ്പിക്കേണ്ട സാഹചര്യം, നോക്കൂ ഞങ്ങൾ ഇങ്ങനെയൊക്കെ മിസൈലുകൾ എനിമി രാജ്യങ്ങളിലേക്ക് അയക്കുന്നുണ്ട്, നമുക്കിപ്പോഴും മിസൈലൊക്കെ അയക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, സോ നിങ്ങൾ പേടിക്കേണ്ട, IRGCയോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഈ പൊതുജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഇവർ മെയിൻ സ്ട്രീം മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഏരിയകളൊക്കെ കൃത്യമായിട്ട് ഇസ്രായേലും അമേരിക്കയും ടാർഗറ്റ് ചെയ്യും, അത് ഉറപ്പാണ്. വരാൻ പോകുന്ന 2 ആഴ്ചയിൽ ആദ്യത്തെ ആഴ്ച ഈ സൺഡേ മുതൽ, ഇന്ന് മുതൽ വരുന്ന 7 ദിവസത്തേക്ക് മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിവേ അത് നമുക്കിനിപ്പോൾ കാത്തിരുന്ന് കാണാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇപ്പം നിലവിൽ ഇന്നലെ വരെ, അതായത് ശനിയാഴ്ച രാത്രി വരെയുള്ള വിഷയമാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.